വക്കീൽമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ എൻജോയ് ചെയ്തിട്ട് സ്ത്രീകൾ പ്രസവിക്കുന്നതാണെന്ന് അഖിൽമാരാർ പറഞ്ഞ പോലെ എൻജോയ് ചെയ്ത് എന്ത് എൻജോയ്മെന്റ് ആണ്, ഒരു എൻജോയ്മെന്റും ഇല്ല. എല്ലാ സ്ത്രീകളും ഇതൊക്കെ ഗതികേട് കൊണ്ട് ചെയ്യുന്നതാണ്. ഈ വനിതാ ദിനം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോസ്റ്റർ വരും അല്ലെ, ഒരു 10 കൈയുള്ള ഒരു സ്ത്രീ. നമ്മൾ ഭയങ്കര മൾട്ടി ടാസ്കിങ്ങിൽ നമ്മൾ ഭയങ്കര ഭീകരന്മാരാണ്. ഒന്നുമല്ല, സ്ത്രീകൾക്ക് വലിയ പുരുഷന്മാരെക്കാട്ടും വലിയ അപ്പർ ഹാൻഡ് ഉണ്ടായിട്ടൊന്നുമല്ല. ഇത് ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, പ്രസവമാണെങ്കിലും ബോളിവുഡിലാണെങ്കിലും. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. പാമ്പ്, സ്നേക്ക് ബൈറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളാണ് ഇത് കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. പാമ്പ് ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി കടിക്കുന്നവരല്ല, അവർ ഡിഫെൻസീവായിട്ട് കടിക്കുന്നവരാണ്. അതുപോലെ തന്നെ ആന്റിവനത്തെ കുറിച്ചും വളരെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. പലരുടെയും വിചാരം എന്താണെന്ന് പറയുക, ഈ ആന്റിവനം പാരസെറ്റമോൾ പോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണെന്നാണ്. എനാഫൈലാക്സിസ്, അലർജി ഉണ്ടാവാൻ അത്രയും സാധ്യതയുള്ളൊരു മരുന്നാണ്. പ്രവാസികളായ പാരന്റ്സ് ഈ നിമിഷം മുതൽ ഈ സംഗതികൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതിൽ മാറ്റം വരുത്തണമെന്ന് പറയാൻ പറ്റുന്ന മെയിൻ ആണ് സ്പീച്ച് തനിയെ ഉണ്ടാവുന്നതല്ല. ബാക്കിയല്ല, ഇപ്പൊ ഒരു കുഞ്ഞ് ഇരിക്കുന്നതും നടക്കുന്നതും ഒക്കെ ആ കുഞ്ഞ് നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്തോളും. രണ്ടാമത്തെ കാര്യം ഭക്ഷണം. ഇന്ന് കുട്ടികൾക്ക് 10-20 വയസ്സാകുമ്പോൾ തന്നെ പ്രമേഹം, BP, ഹാർട്ട് ഡിസീസ് ഒക്കെ വരുന്നതിന്റെ കാരണം നമ്മൾ ഗ്രാൻഡ് പാരന്റ്സിനൊപ്പം കുട്ടികൾ വളരണം, അല്ലെങ്കിൽ കസിൻസ്, വിദേശത്ത് വളരുന്ന കുട്ടികൾക്ക് ഇതൊന്നും കിട്ടുന്നില്ല. അധിക പേരും വിചാരിക്കുന്നത് നാട്ടിലെ കുട്ടികൾക്ക് കുറേ മിങ്കിൾ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്, ഇവിടുത്തെ കുട്ടികൾക്ക് അതില്ല. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നുന്നു നേരെ തിരിച്ചാ. നമുക്കറിയാലോ, എത്രയോ കൂട്ടുകുടുംബങ്ങളിലും കാര്യങ്ങളും സെക്ഷലി കുട്ടികൾ പീരീഡ്സിനെ പറ്റിയിട്ട്, മെൻസ്ട്രേഷനെ പറ്റി നമ്മൾ സംസാരിച്ചു തുടങ്ങിയിട്ട് എത്ര കുറച്ചു കാലമായിട്ടുള്ളൂ. ഓരോ പീരീഡ്സും ഓരോ മാസം വരുന്ന ഈ ഒരാഴ്ചത്തെ ബുദ്ധിമുട്ടുകൾ ഏത് സ്ത്രീയാണ് എൻജോയ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ബ്ലീഡിങ് മാത്രമാണോ പ്രശ്നം? 10 വയസ്സിൽ 11 വയസ്സിൽ തുടങ്ങുന്നതാണ്. എത്ര വയസ്സ് വരെ? ഒരു 50 വയസ്സ് വരെ ഇരിക്കും. എത്ര വർഷം? ഈ 10-40 വർഷം ഓരോ മാസവും ഈ 7 ദിവസം പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്ന് കരുതി ജീവിച്ചിരുന്ന അത് ഗതികേടായിരുന്നു. നമ്മൾ ഈ പ്രവാസത്തിൻ്റെ കാര്യം സംസാരിക്കുമ്പോഴേ, ഇപ്പോൾ പ്രവാസം ഇഷ്ടത്തോടുകൂടിയല്ല തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ലൈഫിൻ്റെ ഒരു വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ആസ് എ വൈഫ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, തൊഴിലിടത്തിലുണ്ടാകുന്ന വ്യത്യാസം നേരത്തെ പറഞ്ഞു. ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഇതിൽ ഭാഗമാണ്. അതെല്ലാ പ്രവാസികളും അനുഭവിക്കുന്നൊരു ഇഷ്യൂ തന്നെയാണ്. എങ്ങനെയാണത് ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ബന്ധം കൂടുതൽ സുദൃഢമാക്കുകയാണോ അതോ മോശമാക്കുകയാണോ ചെയ്യുക? ഞാൻ ഒരിക്കലും ഇഷ്ടമില്ലാതെ എടുത്ത തീരുമാനമല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ഞങ്ങൾ അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കി. ഗുണമാണ് കൂടുതൽ എന്ന് തോന്നിയോണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ എല്ലാം തികഞ്ഞൊരു ജീവിതം. ഇപ്പോൾ ഞാൻ നാട്ടിലാണ് കണ്ടിന്യൂ ചെയ്തത് വെക്കുക, ഇങ്ങോട്ട് വരാൻ തീരുമാനിക്കാതെ ഇരുന്നു എന്ന് വെക്കുക. എനിക്കിപ്പോൾ ഇവിടെ വന്നിട്ട് കിട്ടുന്ന, ഇപ്പൊ ഞാൻ റമീസിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമോ? ഇല്ലല്ലോ. ഞാൻ ആ നെന്മാറയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യില്ലേ? നമുക്കിവിടെ വന്നതിന് ശേഷം എനിക്കുണ്ടായ ധാരാളം എത്രയോ ആളുകളെ പരിചയപ്പെടാൻ പറ്റി. എത്രയോ കൂടുതൽ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ പ്രൊഫഷണലി എനിക്ക് കുറേ ഫ്ലറിഷ് ചെയ്യാൻ പറ്റി. ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ കുറച്ച് നഷ്ടങ്ങളും ഡെഫിനറ്റ്ലി. എല്ലാം തികഞ്ഞ് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ മോളുടെ കാര്യത്തിൽ അവള് വളരെയധികം ഹാപ്പിയാണ്. അവൾ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വളരെ ഹാപ്പിയാണ്. അവളിപ്പോൾ അവളുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 നാഷണാലിറ്റി ഫ്രണ്ട്സ് അവൾക്കുണ്ട്. അതെല്ലാം കുട്ടികളെ കൂടുതൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുക അവരുടെ ഔട്ട്ലുക്കിനെ. അവർ ലോകത്തെ നോക്കി കാണുന്ന വീക്ഷണം ഡെഫിനറ്റ്ലി. ഇപ്പം എൻ്റെ മോള് നെന്മാറയിൽ ചിന്മയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്കൂളായിരുന്നു. പക്ഷേ അവിടെ പഠിച്ചിരുന്ന ഒരു മോളെ അല്ല ഞാനിപ്പോൾ, അവളൊരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ കാണുന്നത് അവളെ തോട്ട് പ്രോസസ്സിൽ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അവൾ കാണുന്ന കാഴ്ചകൾ മാറി, അവൾ കേൾക്കുന്ന കാര്യങ്ങൾ മാറി. അവൾ കുറേ കുട്ടികളെ കാണുന്നു, നല്ലത് കാണുന്നു, ചീത്ത കാണുന്നു. നല്ലത് മാത്രമല്ല, ധാരാളം ചീത്തയും കാണുന്നുണ്ട്. അവൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇപ്പം ഇവിടെ അറിയാലോ, നമ്മുടെ നാട്ടിലെ കഞ്ചാവ് അതേതെന്ന് പറയുന്ന പോലെ ഇവിടെയും കുട്ടികൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ട്. അവിടെ ഇതെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ നല്ലതും ചീത്തയും ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ വന്നത് ഒരു നല്ല തീരുമാനമായി എന്ന് തന്നെയാണ് ആത്യന്തികമായിട്ട് എൻ്റെ ഒരു വിലയിരുത്തൽ. പിന്നെ ഈ പറയുന്ന ലോങ് ഡിസ്റ്റൻസ് നോക്കൂ, നമ്മൾ ഒരു കൂരയുടെ താഴെ ജീവിക്കുന്നത് കൊണ്ട് എല്ലാം തികഞ്ഞു എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ എത്രയോ, ഇപ്പോൾ ഒരു ഫാമിലിയാണ്, ഒരു ഭാര്യയും ഭർത്താവും എടുത്താൽ തന്നെ ഒരു റൂമിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്ന എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മുടെ ലോങ് ഡിസ്റ്റൻസ് ആണോ അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് താമസിക്കുന്നത് എന്നുള്ളത്, ഫിസിക്കൽ ഇൻറ്റിമസി എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ബട്ട് സ്റ്റിൽ നമുക്കത് വളരെയധികം ഇമോഷണൽ ഇൻറ്റിമസിയാണ് ഇതിനൊക്കെ കൂടുതൽ നമുക്ക് വേണ്ടതെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഇല്ലാതെ നമ്മൾ ഒരുമിച്ച് താമസിച്ചിട്ടും ഒരു കാര്യമില്ല. ഇപ്പോൾ ഞാനും സരനും ബട്ട് മാക്സിമം ഞങ്ങൾ പരസ്പരം കാണാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഒരു 2 മാസത്തിൽ കൂടുതൽ ഞങ്ങൾ ഒരിക്കലും 3 പേരും
മാറി നിൽക്കാറില്ല. 2 മാസം ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ് അന്ന് രാത്രി സൈനിങ്ങോട്ട് ഫ്ലൈറ്റ് കയറി. അതെ അതെ അതെ. അപ്പോൾ ഇലക്ഷൻ വരെ ഇപ്പം നമുക്കറിയാം ഇലക്ഷൻ വരെ എന്തായാലും മാറി നിൽക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. അപ്പം ഞാൻ വോട്ട് ചെയ്യാൻ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളും മോളെ ഇവിടെ തനിച്ചാക്കി പോകുക എന്നുള്ളത് എനിക്ക് ടെൻഷനായി. കാര്യം ഇവിടുത്തെ ഇന്നത്തെ അവസ്ഥയല്ല നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ തരിച്ചാണ്. അപ്പോൾ നമുക്ക് അതൊരു ടെൻഷൻ കാരണം എനിക്ക് വോട്ട് ചെയ്യാൻ പോകാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോയിട്ട് ഒരുമിച്ച് വരണം എന്നായിരുന്നു പ്ലാൻ. പക്ഷെ അത് അവസാന നിമിഷം. പക്ഷേ സരിൻ അന്ന് തന്നെ നൈറ്റ് ഇങ്ങോട്ട് കയറി ഞങ്ങൾ വിഷു ഇവിടെ ഒരുമിച്ച് ആഘോഷിച്ചിട്ടാണ് സരിൻ തിരിച്ചു പോകുന്നത്. ഇനിയിപ്പോൾ അതാ ഞങ്ങൾ അടുത്ത മാസം ഒരു യാത്ര നമ്മൾ പ്ലാൻ ചെയ്ത്. അപ്പം എന്തായാലും ഒരു 2 to 3 months ഞങ്ങൾ എന്തായാലും ഒരുമിച്ചിട്ട് ഉണ്ടാവും. നമ്മൾ ഒരുമിച്ചുണ്ടാവുന്നത് ക്വാണ്ടിറ്റി ഓഫ് ടൈം അല്ല, ക്വാളിറ്റി ഓഫ് ടൈമാണ് എപ്പോഴും മാറ്റർ ചെയ്യുന്നത്. നമ്മൾ 10 മിനിറ്റാണ് ഒരുമിച്ചിട്ടുണ്ടാവണമെന്നുണ്ടെങ്കിലും ആ 10 മിനിറ്റ് ആക്കുക. അല്ലാതെ 10 വർഷം കൂടെ ജീവിച്ചിട്ടും ഒരു കാര്യമില്ലാതെ ഇങ്ങനെ പോണു എന്ന് പറയുന്ന എത്രയോ ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മോട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരുമിച്ചുണ്ടാവാൻ ശ്രമിക്കുക, ആ ഒരു ഡിസ്റ്റൻസിനെ മറികടക്കാൻ ശ്രമിക്കുക. ഉള്ള സമയം നല്ല രീതിയിൽ അത് ഫ്രൂട്ട്ഫുൾ ആയി നമുക്ക് മെമ്മറബിൾ ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അതിലാണ് ഇപ്പം ഇപ്പോഴത്തെ ഒരു ലൈഫ് മുന്നോട്ട് പോകുന്നത്. കുട്ടികളുടെ കാര്യം പറയുമ്പോഴേ നമ്മളിപ്പം നാട്ടിൽ വളരുന്ന കുട്ടികളും ഇവിടെ വളരുന്ന കുട്ടികളും എൻറ്റയർലി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ പാരൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ പോലും ഈ ഒരു വ്യത്യാസം കാണാൻ പറ്റും. ഡോക്ടർ കുറച്ചുകൂടെ അത് ശാസ്ത്രീയമായിട്ട് പറയാൻ പറ്റും. ഇപ്പം നമ്മൾ എപ്പോഴും പറയാം നമ്മൾ ഗ്രാൻഡ് പാരൻസിനൊപ്പം കുട്ടികൾ വളരണം, അല്ലെങ്കിൽ കസിൻസ്, നമ്മുടെ കുടുംബക്കാർ, ബന്ധുക്കൾ, ഇവർക്കിടയിൽ കിടന്നിട്ടുള്ള ഒരു വളർച്ച വളരെ അനിവാര്യമാണ് ഒരു ഘട്ടത്തിൽ. പക്ഷേ നമ്മൾ വിദേശത്ത് വളരുന്ന കുട്ടികൾക്ക് ഇതൊന്നും കിട്ടുന്നില്ല. ഇതൊരു പ്രശ്നമാണോ ആക്ച്വലി? പക്ഷെ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് ഇപ്പോൾ അത് കിട്ടുന്നുണ്ടോ? ആ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയല്ലോ. ഇപ്പം എല്ലാവരും ന്യൂക്ലിയർ ഫാമിലീസ് ആണ്. പിന്നെ കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഏറ്റവും പെർഫെക്റ്റ് ആണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ. കാരണം അതിൽ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. കാരണം കുട്ടികളെ നോക്കാൻ കുറേ ആളുകളുണ്ട് എന്നുള്ളത് ഒരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അതിൽ പല നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ വേണ്ടത്ര ഒരു ശ്രദ്ധ, വ്യക്തിപരമായിട്ടുള്ള ശ്രദ്ധ ചിലപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ ജനറലായിട്ടൊരു നോട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്കറിയാലോ എത്രയോ കൂട്ടുകുടുംബങ്ങളിലും കാര്യങ്ങളും സെക്ഷലി കുട്ടികൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന എത്രയോ സന്ദർഭങ്ങൾ നമ്മൾ കാണാറുണ്ട്. അത് ഈ എല്ലാവരും കൂടി നോക്കണതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണെന്ന് ഞാൻ പറയും. അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ആര് നോക്കുന്നു എന്ത് നോക്കുന്നു എന്നുള്ളതിനേക്കാൾ ഇപ്പം എല്ലാവരും ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ്. ബട്ട് ഞാൻ കാണുന്ന വലിയൊരു വ്യത്യാസം ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടുത്തെ കുട്ടികളെ നാട്ടിലത്തെ കുട്ടികൾ ഞാൻ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ അധിക പേരും വിചാരിക്കുന്നത് നാട്ടിലെ കുട്ടികൾക്ക് കുറേ മിങ്കിൾ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്, ഇവിടുത്തെ കുട്ടികൾക്ക് അതില്ല. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നുന്നു നേരെ തിരിച്ചാ. ഇവിടെ പിന്നെയും ഒരു വീക്കെൻഡ് ആവുന്ന സമയത്ത് എല്ലാവരും ഒന്ന് കൂടിച്ചേരാനും എനിക്ക് തോന്നുന്നു നമുക്ക് ആ നാട്ടിൽ ഇല്ല എന്നുള്ളത് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം ഇവിടെ എല്ലാവരും വീക്കെൻഡ് ഒന്ന് ഒരുമിച്ച് ഒരു 5-6 ഫാമിലികൾ അല്ലേ, അതല്ലേ ഇവിടുത്തെ ഒരു രീതി. ഇപ്പം നമ്മൾ വിന്റർ ടൈമിലൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി എടുത്ത് പോകും, എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യും, ഒരുമിച്ച് കുക്ക് ചെയ്യും, പാട്ട് പാടും, ഡാൻസ് ചെയ്യും. ഞാൻ ആക്ച്വലി കുറച്ചുകൂടി സോഷ്യൽ ലൈഫ് എൻജോയ് ചെയ്തതും കണ്ടതും ഇവിടെ വന്നതിന് ശേഷം കേട്ടോ. ആളുകൾക്കൊരു തെറ്റിദ്ധാരണയാണത് പലപ്പോഴും. അതായത് അയ്യോ കുട്ടികൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയാണല്ലോ. അങ്ങനെയല്ല. എനിക്കൊരു വർക്കിംഗ് ഡേയ്സിൽ ഇപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അതിപ്പോൾ നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയല്ലേ. നമ്മുടെ നാട്ടിൽ എന്ത് സോഷ്യൽ ലൈഫാണുള്ളത് എനിക്ക് തോന്നില്ല. ഒരു കല്യാണത്തിനോ 28-നോ പോകുമ്പോഴല്ലാതെ എന്ത് സോഷ്യൽ ലൈഫാണ് നമ്മുടെ നാട്ടിൽ. അതിലും കൂടുതൽ നമ്മളിവിടെ ഞാനിവിടെ വന്നതിന് ശേഷം എത്രയോ ഇപ്പം നമ്മളൊരു സ്റ്റേക്കേഷന് പോവുക, നമ്മൾ പുറത്തൊരു ക്യാമ്പിങ്ങിന് പോവുക എത്രയോ തവണ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു വലിയ എനിക്ക് കുറച്ചും കൂടി കുട്ടികൾക്ക് കുറച്ചും കൂടി ഒന്ന് മിങ്കിൾ ചെയ്യാനും കുറച്ചും കൂടി സോഷ്യൽ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു അവസ്ഥ എൻ്റെ മോൾക്ക് കുറച്ചുകൂടി കിട്ടിയത് ഇവിടെ വന്നിട്ടാണ്. അത് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ സോഷ്യലി ഈ കുട്ടികൾ ഈ മിങ്കിൾ ആവുന്നുണ്ടോ ആവാത്ത പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ കൂടെ കാരണങ്ങളാണ്. ഇപ്പം പാരൻസ് രണ്ടുപേരും എപ്പോഴും ചിലപ്പം മെജോറിറ്റി ആൾക്കാരും ജോലിക്കാരായിരിക്കും. അപ്പോൾ അവർ വീടുകളിൽ ഈ പറയുന്ന സമയത്ത് എല്ലാ സമയവും ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ ഇവരെ ടേക്ക് കെയർ ചെയ്യുന്നതിൽ സമയം നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ വളരെ കുറവാണ്. അപ്പോൾ ഇത്തരം ആരോപണം ഇത്തരം നിരീക്ഷണങ്ങളാണ് ഇതിനൊരു പ്രശ്നമായിട്ട് പറയുന്നത്. ഇത് നമ്മൾ സത്യത്തിൽ കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? അപ്പം നമ്മൾ ഒരുപാട് കുട്ടികൾ എല്ലാ ദിവസവും ക്ലിനിക്കിലായാലും ഹോസ്പിറ്റലിലായാലും കുട്ടികളെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു സംസാരിക്കേണ്ടവർക്ക് അവരുടെ പാരൻസിനോടായിരിക്കാം. ഡോക്ടർ എങ്ങനെയാ അത് നോക്കിക്കാണും? എനിക്ക് ആകെക്കുമൊത്തം ഞാൻ കണ്ടൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് പാരൻസ് വന്ന് കൂടെ നിൽക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് നമ്മുടെ നാട്ടിൽ ഉണ്ട്. പക്ഷേ ഇവിടെ പലപ്പോഴും അത് പറ്റാറില്ല. അപ്പം നമുക്ക് ഗ്രാൻഡ് പാരൻസിനെ കൂടി ഇവിടെ വന്ന് വിസയൊക്കെ എടുത്ത് ഇവിടെ നിർത്താനുള്ള സാമ്പത്തിക ശേഷി ഉള്ളവർക്ക് മാത്രമാണ് ആ ഒരു ഗ്രാൻഡ് പാരൻസ് കൂടെ നിൽക്കുക എന്നുള്ളത്. അതർവൈസ് ഇപ്പോൾ ഡേ കെയറിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാനിയുടെ കൂടെയൊക്കെ വിട്ടിട്ട് പോകലാണ് ഇവിടുത്തെ ഒരു രീതി. അത് മാത്രമാണ് ആക്ച്വലി ഞാൻ കാണുന്നതിൽ. അതിപ്പോൾ അതുകൊണ്ട്
കാണുന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീച്ച് ഡിലേ ധാരാളം കുട്ടികളിൽ കാണാറുണ്ട്. കാരണം സ്പീച്ച് നമ്മൾ സംസാരിക്കാൻ കുട്ടികൾ തുടങ്ങുന്ന ഒരു 2 വയസ്സ്, സംസാരിക്കാൻ തുടങ്ങുന്നത് 6 മാസം മുതൽ തന്നെ പല രീതിയിൽ അവരുടെ ഭാഷയിൽ സംസാരിച്ച് തുടങ്ങും. അപ്പോൾ 2 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ശരിക്കും ഒരു സെൻറ്റൻസ് ഒക്കെ പ്രോപ്പറായിട്ട് കുട്ടികൾ പറയും, എനിക്ക് അവിടെ പോകണം, ഇത് വേണം എന്നൊക്കെ ഒരു കുഞ്ഞ് സെൻറ്റൻസ്, 3 വാക്കുകളുള്ള സെൻറ്റൻസ് പറഞ്ഞു തുടങ്ങേണ്ട ടൈമാണ്. പക്ഷേ ഇവിടെ നാട്ടിനേക്കാൾ കൂടുതൽ സ്പീച്ച് ഡിലേ കാണുന്നുണ്ട്. അത് മെയിനായിട്ട് വേറെ പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ലാംഗ്വേജ്. ഇവപ്പോൾ നാട്ടിലാണെങ്കിൽ നമ്മൾ മലയാളം മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. കുട്ടികൾക്ക് സ്പീച്ച് തുടങ്ങുന്ന സമയത്ത് മൾട്ടി ലിംഗ്വാലിറ്റി വലിയൊരു പ്രോബ്ലമാണ്. ഇപ്പോൾ ഒരു കുഞ്ഞ് 3-4 ഭാഷയെ കേൾക്കുന്നത്, ഇതിൽ ഏത് ഭാഷയാണ് എൻ്റെ ഭാഷ, ഏത് ഭാഷയാണ് ഞാൻ? അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഈ നാട്ടിലെ കുട്ടികൾക്ക്. ഇപ്പം ഡേ കെയറിലെ നാനി ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കും, വീട്ടിൽ നമ്മൾ മലയാളം സംസാരിക്കും. അപ്പോൾ ഇവർ കേൾക്കുന്ന ഭാഷകൾ പലതായതുകൊണ്ട് തന്നെ ഒരു സ്പീച്ച് ഡിലേ, ആ ഒരു ലാംഗ്വേജ് ഇഷ്യൂ കൊണ്ട് തന്നെ ഇവിടെ വരുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഇപ്പോൾ അച്ഛനും അമ്മയും ഇവിടെ 2 പേരും വർക്കിംഗ് ആണ് 99% കാര്യങ്ങളിലും. അപ്പോൾ കുട്ടി ഇവർ തിരിച്ചു വന്നാൽ തന്നെ കുട്ടിയുടെ കൂടെ അധികവും അറിയാലോ മൊബൈലും ടയേർഡാവും, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ മൊബൈലിലും ടി വിയിലും, അപ്പോൾ ഈ എന്താ വെച്ചാൽ ഈ ഒരു 1 വേ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. ഇവരെല്ലാം മനസ്സിലാക്കും. ഇവിടുത്തെ കുട്ടികളെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും, അവർക്ക് കേൾക്കാം, നിങ്ങൾ പറയുന്ന എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അത് ചെയ്യാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ തിരിച്ചവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ ലാംഗ്വേജിന് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അവർക്കൊരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, ലാക്ക് ഓഫ് സ്റ്റിമുലേഷൻ. നമ്മൾ കുട്ടികളുടെ അടുത്ത് ഇരുന്ന് വർത്താനം പറയണം, അല്ലാതെ ഒരു മൊബൈലേ പറഞ്ഞാൽ മൊബൈലിൻ്റെ അടുത്ത് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല, ടി വിയോട് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവർക്കിത് കേൾക്കാം, ഇവരിത് മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ സംസാരിക്കേണ്ട. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ അവരെന്തെങ്കിലും ഒരു ആംഗ്യം കാണിച്ചാൽ അമ്മമാർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അച്ഛന്മാർക്ക് മനസ്സിലാവും, അവരത് ചെയ്തു കൊടുക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഭാഷയുടെ ആവശ്യമേ ഇല്ല, ഇവർ ആ മൂന്നൊക്കെ പറയുമ്പോൾ കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്പീച്ച് ഡിലേ ആ കുട്ടികളിൽ ഡെഫിനറ്റ്ലി നാട്ടിനേക്കാൾ കൂടുതൽ ഇവിടെ കാണുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാവരോടും പറയാറുള്ളത്, നമുക്കിപ്പോൾ മാറ്റാവുന്ന കാര്യങ്ങളെ മാറ്റാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ 2 പേരുടെയും ജോലി കളയണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അച്ഛനമ്മമാരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണമെന്ന് പറയാൻ പറ്റില്ല. മാക്സിമം ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുള്ള സമയം കുട്ടിയുടെ കൂടെ ഈ മൊബൈലും, നിങ്ങളുടെ മൊബൈലും മാറ്റി വയ്ക്കുക, കുട്ടിയുടെ മൊബൈൽ മാറ്റി വയ്ക്കുക, നിങ്ങൾ ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ പറ്റുന്ന ആളുകൾ ഡേ കെയറിൽ വിടുകയാണെങ്കിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഇനീഷ്യൽ ആ ഒരു ലാംഗ്വേജ് ഫോം ചെയ്യുന്ന സമയത്തെങ്കിലും സെയിം ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരു ഡേ കെയറിൽ കൊണ്ടുപോയാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിനുശേഷം അവർക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിൽ പിക്കപ്പ് ചെയ്യാൻ പറ്റും. ഇനീഷ്യൽ ആ ഒരു ടൈം മാത്രമാണ്, ഒരു 2 to 3 years, 3.5 years വരെയാണ് ഈ ഒരു ഇഷ്യൂ ഉള്ളൂ. നമുക്കൊരു എക്സ്പെക്റ്റിൽ അല്ലെങ്കിൽ പ്രവാസികളായ പാരൻസ് ഈ നിമിഷം മുതൽ ഈ സംഗതികൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതിൽ മാറ്റം വരുത്തണം എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഒന്നിലധികം കാര്യം ഉണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്. കാരണം ഇവിടെ എല്ലാവരും വർക്ക് ചെയ്യുന്നതാണ്. വർക്ക് എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം കുട്ടികൾ വലുതാവുമ്പോൾ ഓരോ പ്രായത്തിലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ 2-2.5 വയസ്സ് 3 വയസ്സിൽ ചെയ്യേണ്ട കാര്യം 5-6 വയസ്സിൽ ചെയ്തിട്ട് കാര്യമില്ല. ഓരോ സമയത്തും ചെയ്യേണ്ട ഡെവലപ്മെന്റ് ഉണ്ട്. അതിൽ മെയിൻ ആണ് സ്പീച്ച്. അപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ, സ്പീച്ച് തനിയെ ഉണ്ടാവുന്നതല്ല, ബാക്കിയെല്ലാം ഇപ്പോൾ ഒരു കുഞ്ഞ് ഇരിക്കുന്നതും നടക്കുന്നതും ഒക്കെ ആ കുഞ്ഞ് നമ്മളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്തോളും. പക്ഷെ സ്പീച്ച് എന്ന് പറയുന്നത് അതിന് ആ കുട്ടിക്ക് എക്സ്റ്റേണൽ ഹെൽപ്പ്, സ്റ്റിമുലേഷൻ ആവശ്യമാണ്. അപ്പോൾ വർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കുന്ന സമയം മൊബൈലും കാര്യങ്ങളും മാറ്റിവെച്ച് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, അതായത് കുഞ്ഞിന് കഥകൾ പറഞ്ഞു കൊടുക്കുക, തിരിച്ചു പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് കുഞ്ഞിനെ എൻകറേജ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ വെള്ളം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ മാത്രം അത് ചെയ്തു കൊടുക്കുക. അപ്പോൾ കുഞ്ഞിന് എന്താണ്, സിമ്പിളാണ്, ചോദിച്ചാലേ എനിക്കിത് ചെയ്ത് കിട്ടൂ എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ആവശ്യമാണല്ലോ എല്ലാത്തിൻ്റെയും മെയിൻ റീസൺ. ആവശ്യം വന്നു കഴിഞ്ഞാൽ കുട്ടികൾ അത് പറഞ്ഞു തുടങ്ങും. അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റിമുലേഷൻ, നമ്മുടെ ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് വളരെയധികം ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം ഭക്ഷണം. ഇവിടുത്തെ ഏത് അച്ഛനമ്മമാരെ കൊണ്ടെന്ന് ചോദിച്ചാലും വളരെ തമാശയാണ്. കുട്ടികളെ കൊണ്ടുവന്നിട്ട് എപ്പോഴും വയറുവേദനയാണ്, ഛർദിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പം നമ്മളെപ്പോഴും ഡയറ്റ് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് എടുക്കുമ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം, അപ്പോൾ കുട്ടി ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതിനോട്, കുട്ടിക്ക് ചിലപ്പോൾ 4-5 വയസ്സേ പ്രായം ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് എന്താ, അല്ല ഡെയിലി ചോക്ലേറ്റാ ഡോക്ടറെ, ഡെയിലി ലേസാ, ഡെയിലി പിസയാണ്. അപ്പം ഞാൻ പറയാറുണ്ട്, കുട്ടി 4-5 വയസ്സുള്ള കുട്ടി തനിയെ പോയി വാങ്ങി കഴിക്കില്ലല്ലോ. ഈ പിസ ആണെങ്കിലും ചോക്ലേറ്റ് ആണെങ്കിലും നിങ്ങൾ വാങ്ങി കൊടുക്കണ്ടേ? അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോൾ റമീസ്, നമുക്കും ചോക്ലേറ്റ് ഇഷ്ടമല്ലേ, നമുക്കും ഈ പറയുന്ന പിസയും സംഭവങ്ങളൊക്കെ നമുക്കും ഇഷ്ടമാണ്. കാരണം അതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഹിഡനായി കിടക്കുന്ന അതിൻ്റെ ഒരു ഡേഞ്ചർ, ഇതൊക്കെ പ്രോസസ്ഡ് ഫുഡാണ്, ഹൈ കാലറി ഫുഡാണ്, കുഞ്ഞുങ്ങളുടെ ഹെൽത്തിന് യാതൊരു തരത്തിലും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത, ഒരു ന്യൂട്രിയൻസും ഇല്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ വീക്കെൻഡ് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വാങ്ങി കഴിക്കുന്നത് എന്താ? ഇതൊക്കെ തന്നെയല്ലേ. നമ്മൾ പോകുന്നത് KFCയിലേക്കും മെക്ഡൊണാൾഡ്സിലേക്കും ഒക്കെയാണ്. അപ്പോൾ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്താണോ ശീലിപ്പിക്കുന്നത് അതാണ് അവരുടെ ശീലമായി മാറുന്നത്. അപ്പോൾ നമ്മൾ 6-ാം മാസം മുതൽ കുറുക്ക് കൊടുക്കുന്ന സമയം മുതൽ ഞാൻ പറയും, നിങ്ങൾ ശ്രദ്ധിക്കണം. പല ആളുകളും 3 വയസ്സും 4 വയസ്സിലും കുഞ്ഞ് ചവയ്ക്കുന്നില്ല, വിഴുങ്ങുകയാണ്, ചവയ്ക്കുന്നില്ല എന്ന് പറഞ്ഞു വരും.
അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവര് ആ 3 വയസ്സുള്ള കുട്ടിക്കും മിക്സിയിൽ അടിച്ചിട്ടായിരിക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ടാവുക. നമ്മുടെ കുഞ്ഞുങ്ങൾ 8-9 മാസം ആകുമ്പോൾ ചവയ്ക്കാൻ തുടങ്ങും. ഒരു 8 മാസമുള്ള കുട്ടിയുടെ വായിൽ വിരൽ വെച്ച് നോക്കിയിട്ടുണ്ടോ, നല്ല കടി കിട്ടും. അതെന്തുകൊണ്ടാണ്? അവർ ആ ചൂ ചെയ്യാനുള്ള അവരുടെ ആ ഒരു ടെൻഡൻസി വരുന്നത് 8-ാം മാസം 9-ാം മാസം മുതലാണ്. അപ്പം നമ്മൾ ചൂ ചെയ്യാനുള്ള ഭക്ഷണം വെച്ച് കൊടുക്കണം. അപ്പോഴാണ് അവരത് ചവച്ച് തിന്നാനുള്ള ആ ഒരു എക്സസൈസ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ 1 വയസ്സാകുമ്പോഴേക്കും അവർക്ക് കൃത്യമായിട്ട് 1 വയസ്സുള്ള കുട്ടി നമ്മൾ എന്ത് കഴിക്കുന്നോ അത് അതേ രൂപത്തിൽ കഴിക്കണമെന്നാണ് പറയുക. അപ്പോൾ ചോറ്, നമ്മൾ ചോറും അതുപോലെ തോരനും കൂട്ടാനും എല്ലാം കൂടി കഴിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞും അതേ രൂപത്തിൽ കഴിക്കണം. അതായത് നിങ്ങൾ കുഞ്ഞിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് കുറുക്കോ അല്ലെങ്കിൽ ഇതിനെ മിക്സിയിൽ അടിച്ചിട്ട് കുഴമ്പ് രൂപത്തിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ എങ്ങനെ ആവണം, ഈ 6 months to 1 year ആണ് നമ്മുടെ കയ്യിലുള്ള ടൈം. ഈ 6 months to 1 year നിങ്ങൾ എല്ലാ ഘട്ടമായിട്ട് ഓരോന്ന് ഒരു 9 മാസം ആകുമ്പോൾ മുട്ട കൊടുത്തു തുടങ്ങണം, 10 മാസം ആകുമ്പോൾ മീനും ഇറച്ചിയൊക്കെ കൊടുത്തു തുടങ്ങാം. എങ്കിലല്ലേ ഒരു വയസ്സുള്ള കുട്ടി നിങ്ങൾ കഴിക്കണ എല്ലാ കാര്യങ്ങളും കഴിച്ചു തുടങ്ങുള്ളൂ. അല്ലാതെ നമ്മൾ ആ ഒരു ഗോൾഡൻ ടൈം നമ്മൾ അധികം അച്ഛനമ്മമാർ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ജങ്ക് ഫുഡ് എല്ലാവർക്കും തലഭാഗത്ത് നൂണുമാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ആചാരം പോലെയാണ് പലർക്കും. അതൊരു നോർമൽസി ആയി മാറിയിട്ടുണ്ട്. അത് ഭയങ്കര വിഷമം ഉള്ള ഒരു കാര്യമാണ്. എപ്പോഴെങ്കിലും ഇപ്പോൾ നമ്മളൊരു വീക്കെൻഡ് നമ്മൾ എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്ത് കഴിച്ചു, അതിപ്പോൾ ഞാനും എൻ്റെ മോൾക്ക് 2 ആഴ്ച കൂടുമ്പോൾ അവൾക്കൊരു അലവൻസ് ഉണ്ട്, അപ്പോൾ വാങ്ങിക്കൊടുക്കും. കുട്ടികളല്ലേ, നമ്മൾ എല്ലാം വീട്ടിലുള്ള ഇഡ്ഡലിയും ദോശയും മാത്രമേ, അതൊന്നും നടക്കുന്ന കാര്യമില്ല. കുട്ടികൾക്ക് അതും ഒരു ഐസ്ക്രീം വാങ്ങി കൊടുക്കണം, അവർക്കത് കുട്ടിയിൽ എൻജോയ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. പക്ഷേ പലർക്കും ഇതൊരു റുട്ടീനാണ്. ഡെയിലി ഈ ഓർഡർ ചെയ്തിട്ടാണ് ഇവർ കഴിക്കുന്നത്. അത് വളരെയധികം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക. ഇവിടുത്തെ കുട്ടികളുടെ ഒബീസിറ്റി കണ്ടിട്ടില്ലേ, വെയിറ്റ് കണ്ടിട്ടില്ലേ? കാരണം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് തൂക്കം കുറവാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കുട്ടികളുടെ പ്രശ്നം തൂക്കം കൂടുതലാണ്. അപ്പം ഇതെല്ലാം ഈ ഒബീസിറ്റിയാണ് ഇന്ന് മെറ്റബോളിക് ഡിസോർഡേഴ്സ്. ഇന്ന് കുട്ടികൾക്ക് 10-20 വയസ്സാകുമ്പോൾ തന്നെ പ്രമേഹം, BP, ഹാർട്ട് ഡിസീസ് ഒക്കെ വരുന്നതിൻ്റെ കാരണം മെയിനായിട്ട് പറയുന്നത് അവരുടെ ഒബീസിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വെയിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്, പച്ചക്കറികൾ ഇവിടുത്തെ കുട്ടികൾ തൊടുന്നതേ ഇല്ല, പഴങ്ങൾ തൊടുന്നതേ ഇല്ല, എല്ലാവരും ഈ പറയുന്ന ജങ്ക് ഫുഡും പ്രോസസ്ഡ് ഫുഡിൻ്റെ പുറകെയാണ്. അപ്പോൾ അതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ്. കുട്ടികൾക്ക് മലബന്ധം എത്ര കുട്ടികളാണ് വരുന്നറിയോ? നമ്മുടെ നാട്ടിലൊന്നും ഇത്ര കുട്ടികൾക്ക് പ്രോബ്ലം ഇല്ല. വെള്ളം കുടിക്കുന്നില്ല, പച്ചക്കറി കഴിക്കുന്നില്ല, ഫൈബർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു സംഗതികളും കഴിക്കുന്നില്ല. അപ്പോൾ ഭക്ഷണ കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ. അതുപോലെ തന്നെ ഇപ്പോൾ സയന്റിഫിക്കലി പറയുന്ന കാര്യങ്ങൾ പോലും ചിലപ്പോൾ വലിയ വിവാദമാവും. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ അഖിൽ മാരാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസവ ശുശ്രൂഷയും അല്ലെങ്കിൽ വളരെ എൻജോയ് ചെയ്തിട്ട് സ്ത്രീകൾ പ്രസവിക്കുന്നതാണെന്നു പണ്ട് കാലങ്ങളിൽ. ഇപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് സത്യത്തിൽ ഒരു അഖിൽ മാരാർ മാത്രം നിൽക്കുന്ന ഒരു പ്രശ്നമല്ല. ഒരുപാട് സ്ത്രീകൾ പോലും ഇത് വിശ്വസിക്കുന്നുണ്ട്. ഒരു പ്രായം കഴിഞ്ഞില്ല. രമേശ്, ഞാൻ കഴിഞ്ഞ ഓർമ്മയുടെ OLFന്റെ പരിപാടിക്ക് ഞങ്ങൾക്കൊരു ഡോക്ടേഴ്സിന്റെ സെഷൻ ഉണ്ടായിരുന്നു. അവിടെ ഈ ഒരു ഡിസ്കഷൻ വന്ന സമയത്ത് ഒരാൾ എണീറ്റ് നിന്ന് പറഞ്ഞ ഒരു കാര്യമാണ്, പണ്ടൊക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ പറയണതിൻ്റെ പ്രോബ്ലം എന്താണെന്നറിയോ? ഇന്ന് പെണ്ണുങ്ങൾക്ക് ഒരു പണിയുമില്ല. പണ്ടത്തെ പെണ്ണുങ്ങൾ അടിച്ചു വാരിയിരുന്നു, അടിച്ചു വാരി തുടച്ചിട്ടുണ്ടായിരുന്നു, നെല്ല് കുത്തുന്നുണ്ടായിരുന്നു, വെള്ളം കോരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും ഒരു കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നില്ല, സുഖപ്രസവമായിരുന്നു. ഇന്ന് പെണ്ണുങ്ങൾക്ക് എന്താ, എല്ലാത്തിനും മെഷീനല്ലേ, മിക്സി ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്, പിന്നെ എങ്ങനെ പെണ്ണുങ്ങൾ നോർമലി പ്രസവിക്കുക? ഇങ്ങനെ ചോദിച്ച ആളുകൾ ഇവിടെ ഈ UAE-യിലുണ്ട്. അപ്പോൾ ഇത് അഖിൽമാരുടെ മാത്രം പ്രശ്നങ്ങളൊന്നുമല്ല. എത്രയോ സ്ത്രീകൾ, അഖിൽമാരുടെ മാത്രം പ്രശ്നമാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ അക്യൂപങ്ക്ചർ പ്രസവങ്ങളും വീട്ടിൽ പ്രസവങ്ങളും ഒക്കെ നടക്കുമോ? എത്രയോ സ്ത്രീകൾ തന്നെയല്ലേ അതിലെ കുട പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഒരാളൊന്നുമല്ല, എത്രയോ ആളുകൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് കേട്ടോ, ഇപ്പം നമ്മൾ ശാസ്ത്രീയതയിൽ നിന്ന് പുറംതിരിഞ്ഞ് നടക്കുന്ന ഒരു ടെൻഡൻസി വളരെയധികം അഭ്യസ്ത വിദ്യരായിട്ട് ആളുകളുടെ ഇടയിലുണ്ട്. റമീസിനറിയോ, ഇന്നും ഞങ്ങളുടെ ക്ലിനിക്കിൽ വരുന്ന പല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അച്ഛനമ്മമാരുടെ മക്കൾ ഈ സ്കൂള് ചേരേണ്ട സമയമാകുമ്പോൾ ഒരു 5 വയസ്സാകുമ്പോൾ വരും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ സ്കൂളിൽ ചേരണമെന്നുണ്ടെങ്കിൽ വാക്സിനേഷൻ കാർഡ് ഇല്ലാതെ, നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ആക്കണം. എനിക്ക് UAE ഗവൺമെന്റിന്റെ അടുത്ത് വലിയൊരു ബഹുമാനമുള്ള കാര്യമാണത്. കാരണം അവരെത്ര ആ കാർഡ് ഇല്ലാതെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടി മാത്രം ഈ കാർഡുമായിട്ട് വരും. ആ ജനിച്ചപ്പോൾ കൊടുത്ത BCG മാത്രം ഉണ്ടായിരിക്കും, ബാക്കി ഒരൊറ്റ വാക്സിൻ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. അപ്പം ആരെയാ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? വിവരമില്ലാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ പഠിപ്പില്ലാഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവരെല്ലാവരും രണ്ടുപേരും നല്ല എഡ്യൂക്കേറ്റഡ്. അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് ഒരേ കാര്യമാണ്, ആ ഡോക്ടറെ ഞങ്ങൾ ChatGPT-യോട് ചോദിച്ചു, ഞങ്ങൾ ഗൂഗിൾ ചെയ്തു, അപ്പോൾ ആ വാക്സിൻ ഓട്ടിസം ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞു, ഈ വാക്സിൻ അത് ഉണ്ടാക്കുന്നുണ്ട്, ഈ വാക്സിൻ വന്ധ്യത ഉണ്ടാക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഞങ്ങൾ കേട്ടു, അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, ഗൂഗിൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എന്താ പറയുക, പല 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 കാരണങ്ങൾ
പറഞ്ഞ് കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കാതെ വരുന്ന അച്ഛനമ്മമാരുണ്ട്. അപ്പോൾ ഇത് ഒരു വ്യക്തിയിലൊന്നുമല്ല, ഇത് അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പ്രോഗ്രസീവായി വന്ന് ഒരു പോയിന്റ് എത്തിയിട്ട് ഇപ്പം നമ്മൾ പുറകോട്ട് തിരിച്ച് നടക്കുക, റിവേഴ്സിലേക്ക് പോവുകയാണ്. അതായത് വിവര അധികായന്റെ പ്രശ്നം എന്ന് പറയില്ലേ. അപ്പോൾ എല്ലാത്തിനെയും സംശയമാണ്, അതാണ് മെയിൻ പ്രോബ്ലം. എല്ലാത്തിനോടും സംശയമാണ്. ഇപ്പോൾ കോവിഡ് വാക്സിൻ ഇന്നും തെറി വിളിക്കുന്ന എത്ര ആളുകളുണ്ട്. ഇന്നും എവിടെയെങ്കിലും ആരെങ്കിലും ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ഞങ്ങൾ പറഞ്ഞതാണ് ആ കോവിഡ് വാക്സിൻ എടുത്തതിൻ്റെ പ്രശ്നമാണ്. നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ രണ്ടുപേരും ഇന്നിങ്ങനെ സംസാരിക്കുന്നത് ആ കോവിഡ് വാക്സിൻ എടുത്തത് കൊണ്ടാണ്, കോവിഡ് വാക്സിൻ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ലോകം വലിയ തട്ടുമുട്ടില്ലാതെ എപ്പോഴും ആ കോവിഡിൽ നിന്ന് പുറത്ത് വന്നത് എന്നുള്ള വസ്തുത മറന്നിട്ടാണ് ഇന്നും കോവിഡ് വാക്സിൻ എടുത്തതിൻ്റെ സൈഡ് എഫക്റ്റാണ് ഇന്ന് ആളുകൾ കുഴഞ്ഞു വീട് മരിക്കുന്നതെന്ന് പറയുന്ന എത്രയോ അശാസ്ത്രീയമായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇന്ന് ആളുകൾ കൂടുതൽ ആളുകളെ, എനിക്ക് സങ്കടം വരുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം പഠിപ്പും വിവരമുള്ള ആളുകൾ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നു. എത്ര പേര് വാട്ടർ ബർത്ത് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്, വെള്ളത്തിൻ്റെ അടിയിൽ പ്രസവിക്കാൻ പോകുന്നു. ഇതൊക്കെ പോകുന്നതും വിവരമില്ലാത്ത ആളുകളല്ല. ഈ പറയുന്ന അക്യൂപങ്ക്ചർ, വീട്ടിലെ പ്രസവം, ഇതെല്ലാത്തിനും പോകുന്നതും പഠിപ്പും വിവരമുള്ള ആളുകളാണ്. അപ്പോൾ അവർക്കൊക്കെ എന്താ പറ്റുന്നത്, അവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ മാനിപ്പുലേറ്റഡ് ആയി പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെതിരെ നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഒരാളൊരു കാര്യം പറയുമ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയാളെക്കാൾ ഉറക്കെ ശരി വിളിച്ച് പറയുക. അത് മാത്രമേ നമുക്കുള്ള ഓപ്ഷൻ ഉള്ളൂ. അപ്പം ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ അതാണ് ചെയ്യുന്നത്. പറ്റാവുന്നത്ര ഉറക്കെ ഈ പറ്റാവുന്നത്ര വേദികളിൽ, പറ്റാവുന്നത്ര സ്ഥലങ്ങളിലെല്ലാം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആരുടെയെങ്കിലും തലയിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ കയറട്ടെ, അത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പ്രസവം അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പോലും പണ്ട് ആളുകൾക്കില്ലാത്തത്ര അവയർനെസ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾ, ഇത്തരം ടേംസ് ഒന്നും നമ്മൾ ഒരുപക്ഷെ ഒരു 10 കൊല്ലം മുമ്പ്, ഒരു 15 കൊല്ലം നമ്മൾ കേട്ടിട്ടേ ഇല്ല. പക്ഷെ ഇപ്പം ആളുകൾക്ക് അത് അറിയാം. അല്ലെങ്കിൽ ഒരു അഡൾട്ട് പ്രായം കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഇത് ഇങ്ങനത്തെ ടേംസ് ഒക്കെ വളരെ സുപരിചിതമാണ്. അതും ഈ ഒരു ഘട്ടത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കുറെ മാറ്റങ്ങളുണ്ട്. അതൊക്കെ പോട്ടെ, പീരീഡ്സിനെ പറ്റിയിട്ട്, മെൻസ്ട്രേഷനെ പറ്റി നമ്മൾ സംസാരിച്ചു തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. എത്രയോ കാലങ്ങളായിട്ട് അപ്പോഴും ഈ ആളുകൾ പലരും പറയാറുണ്ട് പണ്ടും ഉണ്ടായിരുന്നു ഇതൊക്കെ, അന്ന് പെണ്ണുങ്ങൾക്ക് ഇത്ര പ്രശ്നങ്ങളില്ലായിരുന്നു. ഈ സ്ത്രീകൾ എത്രയോ കാലമായിട്ട് പലതും പുറത്ത് പറയാതെയും അല്ലെങ്കിൽ ഇതൊന്നും പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്ന് കരുതി ജീവിച്ചിരുന്ന, അത് ഗതികേടായിരുന്നു. അത് മനസ്സിലാക്കുക. അതാണ് ഈ പറയുന്ന മാതൃത്വം അല്ല, സ്ത്രീത്വം. ഈ മാതൃത്വം പോട്ടെ, സ്ത്രീത്വം, ഈ സ്ത്രീ എന്ന് പറയുന്നത് എന്തോ വലിയൊരു, സത്യം പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, നമ്മൾ ഈ പറയുന്ന അമ്മ, എന്താ പറയുക, ഭാര്യ എന്നൊക്കെ പറഞ്ഞ് പല 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 ഫാൻസി പേരുകൾ നമുക്ക് കിട്ടുന്നത് സത്യം പറഞ്ഞ ഒരു ട്രാപ്പാണ്. അത് ശരിക്കും പറഞ്ഞ ഒരു കെണിയാണ്. അതായത് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം നിങ്ങളെ ഇതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു മോശം സ്ത്രീയാണ് എന്ന് ഓരോ സ്ത്രീയുടെയും മനസ്സിലേക്ക് നമ്മൾ ഇൻജക്ട് ചെയ്യാണ്. ഇത് സ്ത്രീകളൊക്കെ ഈ അഖിൽമാരാർ പറഞ്ഞ പോലെ എൻജോയ് ചെയ്ത് എന്ത് എൻജോയ്മെന്റ് ആണ്? ഒരു എൻജോയ്മെന്റും ഇല്ല. എല്ലാ സ്ത്രീകളും ഇതൊക്കെ ഗതികേട് കൊണ്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഓരോ പീരീഡ്സും ഓരോ മാസം വരുന്ന ഈ ഒരാഴ്ചത്തെ ബുദ്ധിമുട്ടുകൾ ഏത് സ്ത്രീയാണ് എൻജോയ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ ഒരു ശരീരഭാഗത്തു നിന്ന് ഈ 7 ദിവസവും ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലീഡിങ് മാത്രമാണോ പ്രശ്നം? എന്തൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൾ നമുക്ക് ഓരോ സ്ത്രീകൾക്കും ഓരോ പോലെയാണ്. ഇപ്പം എനിക്ക് എൻ്റെ മോളെ എന്നെ സംബന്ധിച്ചിട്ട് ആദ്യത്തെ നമുക്ക് പീരീഡ്സ് ഒക്കെ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം മുതൽ ബുദ്ധിമുട്ടുകൾ തുടങ്ങും. ആദ്യത്തെ 2 ദിവസം നമുക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അത്ര ക്രാംസും അബ്ഡോമിനൽ പെയിനും ബുദ്ധിമുട്ടുകളുമാണ്. ഇതതിനേക്കാളും തലചുറ്റി വീഴുന്ന, എൻ്റെ കൂടെയൊക്കെ പഠിക്കുന്ന എത്രയോ കുട്ടികൾ ആദ്യത്തെ ദിവസങ്ങൾ അവർ ഫെയിൻറ്റ് ചെയ്ത് വീഴും. ലീവ് എടുക്കുന്നത്, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ അറ്റ്ലീസ്റ്റ് അതിനെപ്പറ്റി ഒരു ചർച്ചയെങ്കിലും വരുന്നുണ്ട്. പീരീഡ്സിന്റെ സമയത്ത് എന്തെങ്കിലും അങ്ങനത്തെ ഒരു ലീവ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോന്ന്. പണ്ട് നമുക്ക് അയ്യോ ലീവ് എടുക്കുക, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ എന്നുള്ളതാണ്. ഇവൻ നമ്മുടെ അമ്മമാർ പോലും അതാ പറയുക, ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമില്ല, ഇതിനൊക്കെ നമുക്ക് ലീവ് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ പീരീഡ്സ് ഒരു സ്ത്രീ ഇപ്പോൾ ഒരു 10 വയസ്സെന്ന് എടുക്കൂ, 10 വയസ്സിൽ 11 വയസ്സിൽ തുടങ്ങുന്നതാണ്. എത്ര വയസ്സ് വരെ? ഒരു 50 വയസ്സ് വരെ വയ്ക്കും. എത്ര വർഷം? ഈ 10-40 വർഷം ഓരോ മാസവും ഈ 7 ദിവസം, എത്ര ദിവസങ്ങൾ, ഒരു ജീവിതത്തിൽ എത്ര ദിവസങ്ങൾ ഈ കഷ്ടപ്പെട്ടിട്ട് പോകുന്നുണ്ട്. ഇതിൽ എന്ത് എൻജോയ്മെൻ്റ് ഉണ്ട്? ഒരു എൻജോയ്മെൻറ്റും ഇല്ല. അടുത്തതാണ് ഈ പറയുന്ന പോലെ പ്രസവം. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവം ഇപ്പം ഗർഭിണി ആവണോ ആവണ്ടേ എന്നുള്ളത് പോലും ഇന്നും അധിക ശതമാനം സ്ത്രീകളുടെ കയ്യിലുള്ള കാര്യമല്ല. പലപ്പോഴും ഗർഭിണിയാവുന്നത് അല്ലേ സമൂഹത്തിനെ പേടിച്ചിട്ടും അല്ലെങ്കിൽ പലരെയും പേടിച്ചിട്ടാണ് ഗർഭിണിയാവുന്നത്. അതെ, എനിക്കിപ്പോൾ വേണ്ട എന്ന് പറയുന്നത് പോലും അവനവന്റെ ശരീരത്തിന്റെ തീരുമാനമാണ്. എന്നിട്ട് പോലും എത്ര സ്ത്രീകൾക്ക് ആ തീരുമാനം, എനിക്കിപ്പോൾ പ്രഗ്നന്റ് ആവണ്ട, എനിക്ക് കുറച്ച് സമയം കൂടി വേണം എന്ന് പറയാൻ ഇന്ന് എത്ര പെൺകുട്ടികൾക്ക് പറ്റുന്നുണ്ട്? നല്ലൊരു ശതമാനം പെൺകുട്ടികൾക്കും പറ്റുന്നില്ല. പ്രഗ്നന്റ് ആവുന്നത് തന്നെ ആരുടെയൊക്കെയോ ഇഷ്ടപ്രകാരം ആവുന്നു. ഈ പ്രഗ്നന്റ് ആയി എന്ന് വെക്കുക,
ആ ഒരു 9 മാസം ഓരോ മാസങ്ങളിലും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഓരോന്നാണ്. ആദ്യത്തെ 3-4 മാസം ഛർദ്ദിച്ചിട്ടും പിടിച്ചിട്ടും അങ്ങനത്തെ പോയി എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത മാസങ്ങൾ ഇന്നാണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ വീട്ടിലെങ്കിലും ആയിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം സ്ത്രീകളും ജോലി ചെയ്യുന്നവരാണ്. ഈ ജോലി വേണ്ടാന്ന് വെച്ചാലത്തെ അവസ്ഥയോ, ഞാൻ എൻ്റെ പ്രസവത്തിൻ്റെ തലേ ദിവസം വരെ ജോലിക്ക് പോയ ആളാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പോൾ ഒരു ഡോക്ടറെ സംബന്ധിച്ചിട്ട് എങ്കിൽ പോലും ഞാൻ ഡെലിവറി ഇപ്പം ഞാൻ ഒരു തിരുവോണം ദിവസമാണ് ഞാൻ എൻ്റെ മോളെ പ്രസവിക്കുന്നത്. തലേ ദിവസം നോർമൽ ഡെലിവറി ആയിരുന്നു, തലേ ദിവസം വരെ ജോലിക്ക് പോയി. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോൾക്ക് 10 മാസം കഴിയുന്ന സമയത്താണ് ഞാൻ എൻ്റെ അടുത്ത PGക്ക് ജോയിൻ ചെയ്യുന്നത്. ഈ 10 മാസത്തെ ഗ്യാപ്പ് കൊണ്ട് തന്നെ നമ്മളെ അവർ ഡീൽ ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. അതായത് നമുക്ക് ഗ്യാപ്പ് വന്നു, ബ്രേക്ക് വന്നു. അപ്പോൾ ഒരു ഡോക്ടറെ ഇത്രത്തോളം ബാധിക്കുന്നുണ്ടെങ്കിൽ വർഷങ്ങൾ ഗ്യാപ്പ് വന്ന സ്ത്രീകൾക്ക് പിന്നെ ആ ജോലിയിലേക്ക്, അവർ മുമ്പെടുത്ത ജോലിയിലേക്ക് തിരിച്ചു കയറാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്താണ് അവർക്ക് അത്ര കാലം പഠിച്ചത് എല്ലാം വേസ്റ്റായി പോകുന്ന എത്രയോ സ്ത്രീകളെ നമ്മൾ കാണുന്നില്ലേ? പ്രസവത്തോടുകൂടി കരിയർ വിടുന്ന, അതിനുശേഷം പിന്നെ വേറൊരു ജോലി ആഗ്രഹിച്ചാൽ പോലും കിട്ടാത്ത എത്ര സ്ത്രീകൾ, അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയി കഴിയുന്ന എത്ര സ്ത്രീകളുണ്ട്. ഇനി അതിനുശേഷം പ്രസവം എന്ന് പറയുന്നത് കഴിഞ്ഞു, ആ കുഞ്ഞിനെ നമുക്കിനി എന്തെന്നെ സപ്പോർട്ട് സിസ്റ്റം നമ്മുടെ വീട്ടിലുണ്ടെന്ന് വെക്കുക. അപ്പം ഒരു ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതിലൊരു പരിധിയുണ്ട്. ഇപ്പോൾ മുലയൂട്ടുക പറഞ്ഞാൽ അമ്മ തന്നെ ചെയ്യണ്ടേ? ഇപ്പം നമുക്ക് ബാക്കി ഇപ്പം എത്ര സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞാലും ആത്യന്തികമായിട്ട് ആ അമ്മ തന്നെയാണ്. ഒരു 6 മാസം അല്ലെങ്കിൽ 1 വയസ്സ് ആ കുഞ്ഞിൻ്റെ, ഇപ്പം നമ്മളൊരു കുഞ്ഞിന് എന്തെങ്കിലും പറ്റിപ്പോയി എന്ന് വയ്ക്കുക, ഒരു മുറിഞ്ഞു അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണു, നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തുകാരെയാണ്. അതെന്തായാലും അമ്മയ്ക്ക് തന്നെയാണ് വരിക. അപ്പോൾ എന്തെന്നെ പറഞ്ഞാലും കുട്ടികളെ വളർത്തി വലുതാക്കുന്ന പ്രോസസ്സിലും ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവുന്നത് ഒരു സ്ത്രീയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്ത്രീത്വം, ഈ പറയുന്ന എല്ലാ സർവം സഹ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈ വനിതാ ദിനം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോസ്റ്റർ വരും അല്ലേ? ഒരു 10 കൈയുള്ള ഒരു സ്ത്രീ, ഓരോ കയ്യിൽ അതാണ്, ഒരു കയ്യിൽ ഒരു കുഞ്ഞ്, ഒരു കയ്യിൽ ഡയപ്പർ, ഒരു കയ്യിൽ ചൂല, ഒരു കയ്യിൽ ലാപ്ടോപ്പ്. നമുക്കിതിങ്ങനെ ഒരു ഫാൻസി പിക്ചറാണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ബ്ലണ്ടർ ഇല്ല. ഈ 10 കൈയിലും ഇഷ്ടപ്പെട്ടിട്ടാണോ ഈ സ്ത്രീ ഇത്രയും 10 കൈയും? അതാണ്. അതായത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് സ്ത്രീ എന്തോ വലിയ സംഭവമാണ്, പുരുഷന്മാർക്കില്ലാത്ത എന്തൊക്കെയോ വലിയ കഴിവുകൾ നമ്മൾ സ്ത്രീകൾക്കുണ്ട്, നമ്മൾ ഭയങ്കര മൾട്ടി ടാസ്കിങ്ങിൽ നമ്മൾ ഭയങ്കര ഭീകരന്മാരാണ്. ഒന്നുമല്ല, ഗതികേട് കൊണ്ടാണ് ഓരോ സ്ത്രീകളും അത് ചെയ്യുന്നത്. അല്ലാതെ സ്ത്രീകൾക്ക് വലിയ പുരുഷന്മാരെക്കാട്ടും വലിയ അപ്പർ ഹാൻഡ് ഉണ്ടായിട്ടൊന്നുമല്ല. ഇത് ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് പറയാൻ തോന്നുന്നത് ഇപ്പോൾ സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, പ്രസവമാണെങ്കിലും മുലയൂട്ടിലാണെങ്കിലും. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, അത് നമുക്ക് ചെയ്യാമല്ലോ. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, ഇപ്പോൾ റമീസ് പറഞ്ഞ പോലെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റിയിട്ട് ഇപ്പോൾ എത്രയോ ഇപ്പോഴും നമ്മൾ കാണുന്നില്ലേ നവജാത ശിശുക്കളെ കൊല്ലുന്ന അമ്മമാർ. അതിന്റെ താഴെയുള്ള കമന്റ് ബോക്സ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി എത്രത്തോളം നമുക്ക് ഇതിനെപ്പറ്റി അവയർനെസ് ഉണ്ടെന്നുള്ളത്. ഏത് അമ്മയാണ് അത്ര കാലം 9 മാസം ചുമന്ന് നടന്ന ഒരു കുഞ്ഞിനെ വെറുതെ അങ്ങ് കൊല്ലൂ? എത്ര മാനസിക വിഭ്രാന്തി ഉണ്ടായിട്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് ഒരു ദിവസം പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. മാനസിക വിഭ്രാന്തിയുടെ പല ലക്ഷണങ്ങളും ആ പെൺകുട്ടി, ഇത് വന്നിട്ട് ന്യൂസിൽ കാണാം, ഇവർ കുറച്ച് ദിവസങ്ങളായി മാനസിക വിഭ്രാന്തിയുടെ ചില ലക്ഷണങ്ങൾ കാണിച്ചിരുന്നതായി അയൽപ്പക്കക്കാർ പറഞ്ഞു, അല്ലെങ്കിൽ വീട്ടുകാർ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. അപ്പോൾ ആ കറക്റ്റ് ആ സമയത്ത് അവർക്കൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഹെൽപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിലെ എത്രയോ ഇൻസിഡൻറ്റുകൾ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞു, പോസിറ്റീവായിട്ട് കുറേ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ മെൻസ്ട്രേഷനെ പറ്റി സംസാരിച്ചു തുടങ്ങി, മെനോപോസിനെ പറ്റി സംസാരിച്ചു തുടങ്ങി, പിന്നെ പ്രസവത്തെ പറ്റി സംസാരിച്ചു തുടങ്ങി. കുറച്ചൊക്കെ ഇന്നത്തെ ആണുങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ട് തന്നെ അവരതിനെ, ഇപ്പം എത്രയോ ആണുങ്ങൾ അതിനെ പറ്റിയിട്ട് റീലുകളും കാര്യങ്ങളും സംസാരിക്കുന്നില്ല. ഇപ്പം അഖിൽമാരായ തന്നെ എത്ര ആണുങ്ങൾ അതിനെ പറ്റിയിട്ട് വിമർശിച്ചു കൊണ്ടുവന്നു. അതാണ് ആക്ച്വലി, അത് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ്. അങ്ങനെ കൂടുതൽ ആളുകൾ വരട്ടെ, മുന്നോട്ട് വരട്ടെ. അതുപോലെ ഇപ്പം നമ്മുടെ നാട്ടിലൊരു വലിയ ഇഷ്യൂ നടക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ പാമ്പ്, സ്നേക്ക് ബൈറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളാണ് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് ചൂട് കാലത്ത് ഇത് വല്ലാണ്ട് കൂടിയിട്ടുമുണ്ട്. ഇത്തരം പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? ഈ പാമ്പ് കടി ഇപ്പോൾ ഇതാ, ഞാനിപ്പോൾ ഇന്നലെയും കൂടി അതിൻ്റെ ടോക്ക് ചെയ്തതേ ഉള്ളൂ. പാമ്പ് ചൂടുകാലത്ത്, എല്ലാ ചൂടുകാലത്തും പാമ്പ് കടികളുടെ ഇൻസിഡൻസ് കൂടുതലാണ്. അത് നമുക്ക് ഇത്തവണ ഓരോ ദിവസവും ഇപ്പോൾ പാമ്പ് കടി മരണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബേസിക്കലി വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് പല പാമ്പുകടി മരണങ്ങളും ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ആ കുട്ടി മരിച്ച വീട്ടിൽ നിന്ന് ദിവസേന അവർക്ക് പാമ്പുകളെ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവരൊക്കെ ഈ കരിങ്കല്ലിൻ്റെ ഇടയിലും അങ്ങനെ പടവുകളുടെ ഇടയിലൊക്കെ, ഇവർക്കും തണുപ്പ് ആണല്ലോ, ഇവരും കോൾഡ് ബ്ലഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കും തണുപ്പ് ആവശ്യമാണ്. അപ്പോൾ അവർ കടിക്കാൻ, ഈ പാമ്പ് ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി കടിക്കുന്നവരല്ല, അവർ ഡിഫെൻസീവായിട്ട് കടിക്കുന്നവരാണ്. അവരെ ഉപദ്രവിക്കുക എന്നുള്ള പേടിയിലാണ് ഇവർ പലപ്പോഴും കടിക്കുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ശുചിത്വമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ 4 പുറവും ഈ കാടും പടലവും
ഒക്കെ ഉള്ള ഒരിതാണെങ്കിൽ അതൊക്കെ വെട്ടി വെളുപ്പിക്കുക. കാരണം ഈ കാട് ചെടി എന്നൊക്കെ പറയുമ്പോൾ അവിടെ തണുപ്പ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പോൾ ഇവിടേക്ക് ഇവർ വന്ന് താമസിക്കാനുള്ള, പാമ്പുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പൂന്തോട്ടമുള്ള ആളുകൾ നമ്മൾ അവിടെ നനയ്ക്കും. അപ്പോൾ അവിടെയൊക്കെ ഈ ചെടിച്ചട്ടയുടെ അടിയിലൊക്കെ സ്ഥിരമായിട്ട് പാമ്പുകൾ കാണുന്നതാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വെട്ടി വെളുപ്പിച്ച് വൃത്തിയായിട്ട്, അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ ജനലിലേക്ക് നിൽക്കുന്ന ഈ മണി പ്ലാന്റ് പോലെയൊക്കെ ക്രീപ്പേഴ്സ് ഉണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കളയണം. ഡയറക്റ്റ്ലി നമ്മുടെ മരങ്ങളൊന്നും നമ്മുടെ വീട്ടിലേക്ക് ടച്ച് ചെയ്യാതെ നിൽക്കാൻ നോക്കുക. പിന്നെ ജനൽ തുറന്നിടുക. ഇപ്പോഴത്തെ അത്യുഷ്ണത്തിൽ എല്ലാവരും ജനൽ തുറന്നിട്ടിട്ടായിരിക്കും. ഇപ്പോൾ AC ഇല്ലാത്ത വീടുകളിലൊക്കെ അതേ നമുക്ക് നിവൃത്തിയുള്ളൂ. നെറ്റ് അടിക്കുക. അതായത് അറ്റ്ലീസ്റ്റ് നമ്മളൊരു നെറ്റ് അടിച്ച് ഇട്ട് കഴിഞ്ഞാൽ വളരെ ചെറിയ ചെറിയ സുഷിരങ്ങളുള്ള നെറ്റ് അടിച്ചാൽ നമുക്ക് കാറ്റിന് വരും ചെയ്യാം, എന്നാൽ ഇങ്ങനെയുള്ള ഇഴജന്തുക്കൾ ഉള്ളിലേക്ക് കയറാതിരിക്കുകയും ചെയ്യും. പിന്നെ ഈ പൈപ്പുകൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഒക്കെ പൈപ്പ് പലപ്പോഴും പുറത്തിങ്ങനെ പോയി ഓപ്പൺ ആയി കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഓപ്പൺ പൈപ്പ് എല്ലാം തണുപ്പാണല്ലോ, അവിടെയുള്ള വെള്ളം പോകുന്നത് കൊണ്ട് അവിടുത്തെ മണ്ണൊക്കെ തണുത്തായിരിക്കും. ഇതിൻ്റെ ഉള്ളിലൂടെ ഇവർ അധികം ഈ നമ്മുടെ വാഷ്റൂമിലാണ് പാമ്പിനെ കാണുന്നത്. അത് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ പുറമേക്ക് ഓപ്പൺ ആയി കിടക്കുന്ന പൈപ്പുകൾ ഉണ്ടെങ്കിൽ അതും ഇതേ പറഞ്ഞ പോലെ തന്നെ നെറ്റ് അടിക്കുക. ക്ലോസ് ചെയ്യുന്ന വെച്ചാൽ നെറ്റ് അടിക്കുക. വെള്ളത്തിന് പുറത്തേക്ക് പോകാൻ പറ്റണം, എന്നാൽ ഒന്നും ഉള്ളിലേക്ക് കയറി വരാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ജനറലി. പിന്നെ ഈ വേസ്റ്റ്, എലികളുള്ള സ്ഥലത്ത് ഡെഫിനറ്റ്ലി പാമ്പുകളുണ്ടാവും. എലികൾ എവിടെ വരിക? ശുചിത്വം ഇല്ലാത്ത ഏത് സ്ഥലങ്ങളിലും നമുക്ക് എലികളെ കാണാം. അപ്പോൾ നമുക്ക് 4 പുറം, അതാണ് നമുക്ക് ആ ഒരു വ്യക്തി ശുചിത്വം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി വെക്കൽ തന്നെയാണ് പാമ്പ് വരാതിരിക്കാനുള്ള. പിന്നെ കുറേ തെറ്റിദ്ധാരണകളുണ്ട് കേട്ടോ. ഈ വെളുത്തുള്ളി തെളിച്ചാൽ പാമ്പ് വരില്ല, അയ്യോ അത് ഭയങ്കര ഏറ്റവും വലിയൊരു പൊട്ടത്തരമാണ്. പാമ്പിൻ്റെ ഒൾഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പൂർലി ഡെവലപ്ഡ് ആണ്. അതായത് നമ്മളെക്കാട്ടും ഒക്കെ ഏറ്റവും പൂർലി ഡെവലപ്ഡ് ആയിട്ടുള്ള, നമുക്ക് കാഴ്ച, കേൾവി, മണം എന്നൊക്കെ പറയുന്ന നമുക്ക് ഓരോ ഇന്ദ്രിയങ്ങളാണല്ലോ. അതിൽ പാമ്പിനെ സംബന്ധിച്ചിട്ട് പാമ്പിൻ്റെ മൂക്ക് മണക്കാനുള്ള കഴിവ് ഏറ്റവും കുറവാണ്. എന്നിട്ടാണ് ഈ പാമ്പിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഡീസലും മണ്ണെണ്ണയും തെളിക്കുന്നത്. ആക്ച്വലി അത് ഇന്നലെ ഞാനൊരു ടോക്ക് കേൾക്കായിരുന്നു. അതിൽ ഒരു റെസ്ക്യൂവർ പറയുകയാണ്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ പാമ്പുകളെ പലപ്പോഴും പിടിക്കാനുള്ളത് പെട്രോൾ പമ്പൊന്നും ഇവിടെ നിന്നൊക്കെയാണ്. കാരണം അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം, അവർക്ക് ഇത് മണക്കാനും ഇതിനെ റെസിസ്റ്റ് ചെയ്യാനും കഴിവുണ്ടെങ്കിൽ ഈ പെട്രോൾ പമ്പിൽ വന്നൊരു പാമ്പ് കിടക്കില്ലല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ വെളുത്തുള്ളി അങ്ങനത്തെ ഇതിലൊന്നും ശാസ്ത്രീയമായിട്ട് യാതൊരു തെളിവുകളുമില്ല. അതായത് അങ്ങനെ മണം കേട്ട് അവർ വരാതിരിക്കും. നമുക്ക് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ ഷൂസൊക്കെ, നമ്മൾ കുട്ടികളൊക്കെ പ്രത്യേകിച്ചിട്ടേ ഷൂസൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് ഷൂസിൻ്റെ ഉള്ളിൽ എത്രയോ കയറിയിരിക്കുന്നത് കാണാറുണ്ട്, വണ്ടികളുടെ ചക്രത്തിൻ്റെ ഇടയിൽ. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുട്ടികളെ കൂടുതൽ കടിക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ വലിയ ആളുകൾക്കും കടികൾ കിട്ടുന്നുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ മരണപ്പെടുന്നത് കുട്ടികൾ. അത് ഒബ്വിയസ്ലി അവരുടെ, അതായത് ഈ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളാണ് ആ കുട്ടിയൊക്കെ കടിച്ചിരിക്കുന്നത്. ഈ പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറയുന്നത്, ഇവർക്ക് പാമ്പിന് കൃത്യമായിട്ട് അറിയാൻ പറ്റുമത്രേ, അതായത് എത്ര വെനമാണ് അവർ ഇഞ്ചെക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം വളരെയധികം, അതായത് പാമ്പിനെ നമ്മൾ പ്രകോപിപ്പിക്കരുതെന്ന് പറയില്ലേ, വളരെയധികം പ്രകോപിപ്പിക്കപ്പെട്ട ഒരു പാമ്പ് വലിയ രീതിയിൽ വെനം ചീറ്റും. അപ്പോൾ അവരെത്രത്തോളം പേടി വന്നു അതിനനുസരിച്ചിട്ടാണ് വേനം. പക്ഷേ ഈ പാമ്പും കുഞ്ഞുങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇതില്ല, അവർ കംപ്ലീറ്റ് വേനം ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പം കുഞ്ഞുങ്ങളാവുമ്പോൾ അവരുടെ ബോഡി വെയിറ്റ് വളരെ കുറവാണ്. അപ്പോൾ ഒരു ഗ്രാം വെനം എൻ്റെ ശരീരത്തിൽ കയറുന്നതിനേക്കാൾ ഒരു 10 കിലോയുള്ള കുട്ടികൾക്ക് ഉണ്ടാവുക. അപ്പോൾ പെട്ടെന്നായിരിക്കും അവരുടെ ശരീരത്തിലേക്ക് അത് പടരുന്നത്. അതുപോലെ തന്നെ ആന്റിവെനത്തെ കുറിച്ചും വളരെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. അതായത് കൊണ്ടുപോയിട്ട് പാരന്റ്സ് അല്ലെങ്കിൽ ആരെങ്കിലും പാമ്പ് കടിയിട്ട് നേരത്തെ ആന്റിവെനം കൊടുക്കും ഡോക്ടറിനോട് പറയാൻ. സത്യത്തിൽ അതിനൊരു പ്രൊസീജിയർ ഉണ്ടല്ലോ. പിന്നല്ലാതെ നമ്മള് പലരുടെയും വിചാരം എന്താണെന്ന് പറയുക, ഈ ആന്റിവെനം പാരസെറ്റമോൾ പോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണെന്നാണ്. നോക്കൂ, ആന്റിവെനം എന്ന് പറയുന്നത് വളരെ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു മരുന്നാണ്. കാരണം എനാഫൈലാക്സിസ്, അലർജി ഉണ്ടാവാൻ അത്രയും സാധ്യതയുള്ളൊരു മരുന്നാണ്. നമ്മൾ അനാവശ്യമായിട്ടൊരു കേസിന് ആന്റിവെനം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ആന്റിവെനം കൊടുത്ത് അലർജി ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ആ രോഗി മരണപ്പെടാം. അപ്പോൾ നിങ്ങൾ ഉടൻ തന്നെ ഇതേ പാമ്പ് കടി ആവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ, ആന്റിവെനം കൊടുക്കുമെന്ന് പറഞ്ഞാൽ പറ്റില്ല. ആന്റിവെനം കൊടുക്കാൻ അത് കേരളത്തിൽ മാത്രമല്ല, ലോകത്തെ എല്ലായിടത്തും കൃത്യമായ ഇൻഡിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു 2 ടൈപ്പ് പാമ്പുകളുണ്ട്. ഒന്ന് ഹീമോടോക്സിക് ആയിട്ടുള്ള വൈപ്പർ, അണലി. മറ്റത് ന്യൂറോടോക്സിക് ആയിട്ടുള്ള ക്രേറ്റും കോബ്രയും, മൂർഖനും വെള്ളിക്കെട്ടൻ അഥവാ ശംഖുവരയൻ. ഈ 3 പാമ്പുകളാണല്ലോ നമ്മുടെ കരയിൽ. പിന്നെ മയോടോക്സിക് ആയിട്ടുള്ള, ഇപ്പം നമ്മുടെ മരുഭൂമിയിലൊക്കെ കാണുന്ന പാമ്പുകൾ ഇതിനെക്കാട്ടൊക്കെ 10 മടങ്ങ് പ്രശ്നമുള്ളവരാട്ടോ. അവർ മയോടോക്സിക് ആണ്. അവർ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മസിലാണ് പാരലൈസ്ഡ് ആയി പോവുക. അത് കാണുന്നത് മരുഭൂമികളിലും കടലുകളിലുമാണ്. അപ്പോൾ അതിനെ നമുക്ക് ഒഴിവാക്കാം. കരയിൽ കാണുന്ന മെയിൻ ആയിട്ടുള്ള 3 ആളുകൾ മൂർഖനും അണലിയും വെള്ളിക്കെട്ടനുമാണ്. അപ്പോൾ ഈ അണലി കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹീമോടോക്സിക്, നമ്മുടെ രക്തം കട്ട പിടിക്കണമല്ലോ.
ഇപ്പോൾ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കണം, അതിന് നമ്മുടെ ശരീരത്തിന് ഒരു കഴിവുണ്ട്, ആ കഴിവ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെയാവും. അപ്പോൾ എന്താ പറ്റുക വെച്ചാൽ ബ്ലീഡിങ് തുടങ്ങും. നിങ്ങൾക്ക് മൂക്കിൽ നിന്ന് വായിൽ നിന്നൊക്കെ ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും, സ്കിന്നിലൊക്കെ ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. ഈ ബ്ലീഡിങ് നമുക്ക് പുറത്തേക്ക് മാത്രമേ ഇന്റേണലി ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും, നിങ്ങളുടെ മൂത്രത്തിൽ കൂടെയൊക്കെ ബ്ലഡ് പോകാൻ തുടങ്ങും. അപ്പോൾ അണലിയുടെ കടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇതെങ്ങനെ കണ്ടുപിടിക്കുക, 20 മിനിറ്റ് ഹോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ബ്ലഡ് എടുത്തിട്ട് നമ്മളൊരു ഇതിൽ അനക്കാതെ 20 മിനിറ്റ് വെക്കും. ഈ 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് ക്ലോട്ട് ചെയ്ത് നോക്കും. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ തവണ ക്ലോട്ട് ചെയ്തു എന്ന് വെക്കുക, പക്ഷേ അതുകൊണ്ട് ഒക്കെ ശരിയാണ്, നിങ്ങൾക്ക് പാമ്പടി ഏറ്റിട്ടില്ല എന്ന് പറഞ്ഞ് വിടില്ല. ഇത് ഓരോ 4 to 6 hours നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ 2-3 തവണ ചെയ്തിട്ട് എല്ലാ തവണയും ക്ലോട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അണലിയുടെ കടിയല്ല എന്നുള്ളതാണ്. എന്നാൽ മറ്റ് ടൈപ്പ് പാമ്പുകളുണ്ട്, ഈ പറയുന്ന വെള്ളിക്കെട്ടൻ, ശംഖുവരയൻ അല്ലെങ്കിൽ മൂർഖൻ. ഇവർ കടിച്ചു കഴിഞ്ഞാൽ അത് ന്യൂറോടോക്സിക് ആണ്, നമ്മുടെ നെർവിനെയാണ്, അതായത് നാഡീവ്യവസ്ഥയാണ് അത് ബാധിക്കുക. നാഡീവ്യവസ്ഥയെ ബാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അതിൽ മരണം സംഭവിക്കുന്നത് റെസ്പിറേറ്ററി പാരാലിസിസ് ആണ്. അതായത് നമുക്ക് ശ്വസനം നമ്മുടെ നിന്ന് പോകും. നമുക്ക് എന്തും ഇപ്പോൾ ഞാൻ റമീസിനെ നോക്കുന്നു, ഞാൻ ഈ കയ്യനക്കുന്നു, ശ്വസിക്കുന്നു, ഇതെല്ലാം മസിലുകളാണ്. ഇപ്പം നമുക്ക് ശ്വസിക്കാൻ ഈ ശ്വാസഗതി നിയന്ത്രിക്കുന്നത് നമ്മുടെ റെസ്പിറേറ്ററി മസിൽസാണ്, ഡയഫ്രം അടക്കമുള്ള റെസ്പിറേറ്ററി മസിൽസാണ്. ഈ പറയുന്ന വെനം ഉള്ളിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ മസിലുകളായിട്ട് പാരലൈസ്ഡ് ആവും. ഫൈനലി റെസ്പിറേറ്ററി മസിൽസ് പാരാലിസ്ഡ് ആവും. അപ്പോൾ എന്താ പറ്റുക, നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. റെസ്പിറേറ്ററി പാരാലിസിസ് വന്നിട്ടാണ് ഈ രോഗികൾ മരണപ്പെടുന്നത്. അപ്പോൾ ഇതിനും നമുക്ക് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലഡ് എടുത്തിട്ട് ബ്ലഡ് ഗ്യാസ് ചെയ്യും, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് ചെയ്യും. അപ്പോൾ ഈ ബ്ലഡ് ഗ്യാസിൽ ഇനീഷ്യലി തന്നെ നമ്മുടെ രക്തത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ കൂടുന്നതാണ് റെസ്പിറേഷൻ കോംപ്രമൈസ്ഡ് ആവുന്നതിൻ്റെ ഇനീഷ്യൽ പുറമേക്ക് ലക്ഷണം വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ബ്ലഡിൽ നമുക്ക് അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടി വരുന്നു. അതിൻ്റെ കൂടെ തന്നെ രോഗിക്ക് ഇപ്പോൾ കണ്ണടയാൻ തുടങ്ങും, ഡ്രോപ്പിംഗ് വരും. നമ്മൾ വിചാരിക്കും രോഗി ഉറക്കം തൂങ്ങുകയാണ്, അല്ല, നമ്മുടെ ആദ്യം അഫക്റ്റ് ആവുന്നത് ഈ അപ്പർ ഐലിഡിൻ്റെ മസിലുകളാണ്. കണ്ണ് അടഞ്ഞു തുടങ്ങും, എനിക്ക് കാഴ്ച മങ്ങി തുടങ്ങും. കാര്യം നമ്മുടെ കാഴ്ചശക്തിയുടെ മസിൽസ് പാരലൈസ്ഡ് ആവും. ഗ്രാജുവലി നമുക്ക് ജനറലി നമ്മൾ വീക്കാവും, അവസാനം നമ്മുടെ റെസ്പിറേറ്ററി പാരാലിസിക്ക് വരും. അപ്പോൾ ഇതെല്ലാം തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാനുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ 20 മിനിറ്റ്സിൻ്റെ ബ്ലഡ് ക്ലോട്ടിംഗ് ടെസ്റ്റും അതുപോലെ തന്നെ ഈ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. ഇത് മാത്രമല്ല കേട്ടോ, ധാരാളം ടെസ്റ്റുകൾ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബ്രീത്തിങ് നോക്കും, ഒരു ഡീപ് ബ്രെത്തിൽ എത്ര നമുക്ക് എണ്ണാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഒറ്റ ബ്രീത്തിൽ ഞാൻ 30 വരെ എണ്ണി. ഒരു 10 മിനിറ്റ് കഴിയുന്ന സമയത്ത് എനിക്ക് 20 വരെ എണ്ണാൻ പറ്റുന്നുള്ളൂ, പിന്നെ 10 വരെ എണ്ണാൻ പറ്റുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്, എനിക്ക് എൻ്റെ ബ്രീത്തിങ് കപ്പാസിറ്റി കുറയാണ്. അപ്പം അങ്ങനെ പല ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ടാണ് ആ വ്യക്തിക്ക് എൻവെനമേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. ഇത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ASV കൊടുക്കാൻ പറ്റുക. അല്ലാതെ ഞാൻ ആളുകളെ കുറ്റം പറയുന്നില്ല, അവർക്കറിയില്ല. അവരെ സംബന്ധിച്ചിട്ട് എന്താണ്, ഇപ്പം നമ്മൾ റേബീസിന് വാക്സിൻ കൊടുക്കുന്ന പോലെയാണ്, എന്ത് കടിച്ചാലും റേബീസ് വാക്സിൻ കൊടുക്കണം. റേബീസ് വാക്സിൻ സേഫാണ്, എന്നാൽ ആൻറ്റി സ്നേക്ക് വെനം സേഫ് ആയിട്ടുള്ള ഒരു ഡ്രഗ് അല്ല, അതൊരു ജീവൻ രക്ഷാമരുന്നാണ്. പക്ഷേ അത് ആരിൽ കൊടുക്കണം എന്നുള്ളത് വളരെയധികം നമ്മൾ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്തോ കടിച്ചു, സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ആൻറ്റി സ്നേക്ക് വെനം കൊടുക്കാൻ പാടില്ല. കാരണം ഒന്നാലോചിച്ച് നോക്കുക, അത് കൊടുത്തിട്ട് ആ പേഷ്യന്റ് അലർജി വന്നിട്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോഴും പഴി ആർക്കാണ്, ഡോക്ടർക്കാണ്. അപ്പോൾ ആക്ച്വലി ആളുകളുടെ പഴി മാത്രമല്ല കേൾക്കുക, കാരണം ലോകം മൊത്തം ഇതിനൊക്കെ കൃത്യമായ പ്രോട്ടോക്കോൾ ഉണ്ട്. ഈ ലോകം മൊത്തം ഒരേ പ്രോട്ടോക്കോളാണ് ഫോളോ ചെയ്യുന്നത് ആൻറ്റി സ്നേക്ക് വെനത്തിന്. അപ്പോൾ ഇതിന് ഇൻഡിക്കേഷൻസ് ഉണ്ട്, ഇന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇതിനപ്പുറം ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ഡോക്ടറാണ് അതിന് ആൻസറബിൾ. എന്നാൽ ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാതിരുന്നാലും ആ ഡോക്ടർ ആൻസറബിൾ ആണ്. പക്ഷേ ഇപ്പോൾ വലിയൊരു എന്താ പറയുക, ഈ മെഡിക്കൽ ഫീൽഡിൻ്റെ ഒരു ഞങ്ങളുടെ ഗതികേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പലപ്പോഴും ഈ മാധ്യമപ്രവർത്തകരും അല്ലെങ്കിൽ പുറത്തുള്ള പൊതുജനങ്ങളുമാണ്. അപ്പോൾ ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും അത് നിങ്ങൾ അങ്ങനെയല്ലേ പറയൂ, അത് ആ ഡോക്ടറെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ലേ എന്ന് പറയും. പക്ഷേ ഒരു രോഗിക്ക് ഈ മരുന്ന് കൊടുക്കാമോ കൊടുക്കണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ആത്യന്തികമായിട്ട് ആ ഡോക്ടറാണ്. പക്ഷേ അതിലെന്തെങ്കിലും ഒരു പ്രശ്നം, ആ രോഗിക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഡോക്ടറും ഒരു രോഗി മരിക്കണമെന്ന് കരുതി ചികിത്സിക്കില്ല. ആ രോഗിയെ രക്ഷപ്പെടുത്തണം എന്ന് തന്നെയാണ് എല്ലാ ഡോക്ടറും കരുതുക. പക്ഷേ നിർഭാഗ്യവശാൽ ആ രോഗി മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ ആ ഡോക്ടറുടെ തലയിലാവുന്നൊരു ഇതുണ്ട്. പിന്നെ ഭയങ്കര മാധ്യമ വിചാരണയല്ലേ, അതും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ആ മേഖലയിൽ യാതൊരു വിവരവും ഇല്ലാത്ത ആളുകളാണ് നമ്മളെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതും വിധിക്കുന്നതും. അതൊരു വലിയ വിഷമം തന്നെയാണ്. അത് ഞാൻ മെഡിക്കൽ ഫീൽഡിനെ പറ്റി മാത്രമല്ല, ഏതൊരു മേഖലയിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നമ്മൾ ഒരുപക്ഷെ ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചു. അതെ. അപ്പോൾ ഇനി ഡോക്ടറിന്റെ ഇനി മുന്നോട്ടുള്ള ബക്കറ്റ് ലിസ്റ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതെ, എന്തായാലും ഇപ്പൊ ഈ വാറൊക്കെ ആയതുകൊണ്ട് ബക്കറ്റ് ലിസ്റ്റ് ഇനി കുറച്ച് പതുക്കെ നടക്കൂ. എന്നാലും എല്ലാം വേഗം ശരിയാവട്ടെ, ഈ വഴിയിൽ പ്രത്യേകിച്ചിട്ട്. താങ്ക് യു.